അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പാലക്കാട് കൊടുവായൂരുള്ള നൊച്ചൂര് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും ഈ വഴിയാണ് ഞാൻ എൻ്റെ പല്ലശ്ശേനയിലേക്കുള്ള യാത്രയൊക്കെ ഇത് ചെയ്യാണ് പോണത്. അപ്പോൾ ഇവിടെ ഇന്ന് നൊച്ചൂര് തേരാണ്, അതിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് തേര് വലിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ മുന്നോടിയായിട്ടുള്ള രാവിലെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഞാൻ എന്നും വർഷങ്ങളായിട്ട് ഈ വഴി വരുമ്പോൾ എപ്പോഴും ഇവിടെ വന്ന് തൊഴുതിയിട്ട് പോകാറുള്ളൂ. അപ്പോൾ ഇത് നേരെ കാണുന്നത് ശിവക്ഷേത്രമാണ്. ശിവക്ഷേത്രത്തിൻ്റെ അപ്പുറത്ത് തന്നെ ദേവീ ക്ഷേത്രമുണ്ട്, ഒരു നാഗ ക്ഷേത്രമുണ്ട്, പിന്നെ വിഷ്ണു ക്ഷേത്രമുണ്ട്. അതൊക്കെ കൂടിയിട്ടുള്ള ഒരു മൂന്നാല് അമ്പലങ്ങളൊക്കെ കൂടിയിട്ടുള്ളൊരു എന്താ പറയുക ഒരു സ്ഥലമാണ് ഈ നൊച്ചൂര് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നൊച്ചൂര് തേരാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ തേര് വലിക്കാനുള്ള തേരുകളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതിൽ അലങ്കരിച്ചിട്ട് നിർത്തിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ മാസം കൽപ്പാത്തി തേരായിരുന്നു പാലക്കാട്, അത് കഴിഞ്ഞു. പിന്നെ കൊടുവായൂർ തേരുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പോൾ നൊച്ചൂര് തേരാണ് ഗൈസ്. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, നമ്മുടെ കൽപ്പാത്തി അഗ്രഹാരം പോലുള്ള ഒരു അഗ്രഹാരങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. കണ്ടില്ലേ, മുന്നിലൊക്കെ നമ്മൾ കോലമൊക്കെ ഇട്ടിരിക്കുന്നതാണല്ലേ. അപ്പോൾ അതേപോലത്തുള്ള ഒരു അഗ്രഹാരം തന്നെയാണ് നമ്മുടെ കൊടുവായൂരുള്ള നൊച്ചൂര് ഗ്രാമം കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു ഡേ ആൻഡ് മൈ ലൈഫ് ചെയ്യുന്നത്. രാവിലെ തന്നെ ഞാൻ കൊടുവായൂർ നൊച്ചൂര് വഴി അങ്ങനെ വന്നു. അപ്പോൾ അവിടെ തേര് നടക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ പല്ലശ്ശേനയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കാഴ്ചകളാണ് അടിപൊളി. ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ കരിപ്പോട് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ആ ഭാഗത്ത് നിറയെ എന്താ പറയുക പാടങ്ങൾ, തെങ്ങുകൾ, അതിൻ്റെ ബാക്ക് സൈഡ് നമ്മുടെ സൂര്യൻ ഉദിച്ച് വരുന്നതൊക്കെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണ് ഗൈസ്. അപ്പോൾ ഈ വഴി വരുമ്പോൾ ഞാൻ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഈ വഴി വരുമ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും കേട്ടോ. നല്ല ഭംഗിയാണ്, കണ്ടില്ലേ സൂര്യൻ ഉദിച്ച് വരുന്നുള്ള ഗൈസ്. പൊങ്കൽ വെക്കുന്നുണ്ടല്ലോ അവിടെ. അങ്ങനെ ഞാൻ പാലക്കാടുള്ള പല്ലശ്ശേന കാവൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തച്ചങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊടുവായൂർക്ക് പോണ റൂട്ടാണിത്. ഇത് ഞാൻ നേരെ പോണത് എന്താ പറയുക, നമ്മുടെ ഒരുപാട് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യണ ഒരു മെയിനായിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ നേരെ കാണുന്ന ആ മലയുണ്ടല്ലോ, ആ മലേൻ്റെ മേലെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അതിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഞാനങ്ങനെ മലമ്പുഴയ്ക്കൊക്കെ പോയി ഗൈസ്. മലമ്പുഴയ്ക്കൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ പോയി. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇനി നേരെ ഞങ്ങളൊരു സിനിമയ്ക്ക് പോട്ടെ ഗൈസ്. അപ്പോൾ ഞാനും സൗവും കൂടിയിട്ട് ഇന്ന് ഹോസ്റ്റലർ കാണാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ പാലക്കാട് പ്രിയയിൽ, പാലക്കാട് പ്രിയയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രിയ. അപ്പോൾ ഹോസ്റ്റലർ എന്താണ് ജയറാമിൻ്റെ മൂവിയാണ്, മമ്മൂട്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല മൂവിയാണെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഹോസ്റ്റലർ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് ഹോസ്റ്റലർ കാണുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടു വന്നിട്ട് പറയാട്ടോ. പിന്നെ ഹോസ്റ്റലറെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു മൂവി ആയിരുന്നു ഗൈസ്. മമ്മൂട്ടി ആയാലും സുരേഷ് ഗോപി ആയാലും നല്ലൊരു അഭിനയമായിരുന്നു, നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീടെത്തിയപ്പോഴേക്കും എൻ്റെ പെങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൾ ലൈസൻസൊക്കെ കിട്ടിയിട്ട് ആദ്യമായിട്ടാണ് വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ അവളെ തിരിച്ച് അവൾ വീട്ടിൽ പോകുമ്പോൾ എന്തായാലും ഞങ്ങളും കൂടി പോകാമെന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ പോവാണ്. അപ്പോൾ അവൾക്ക് അന്ന് ലൈസൻസ് കിട്ടിയെങ്കിൽ ഓടിക്കാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഓടിക്കണത് എങ്ങനെയുണ്ട് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഫ്രണ്ടിൽ പോവാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.